രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ, രാജ്യത്തെ 25 കോടി തൊഴിലാളികൾ. അതെ, നാളുകൾക്ക് ശേഷം ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ പണിമുടക്കുകളിൽ ഒന്നിന് സാക്ഷ്യം വഹിക്കുകയാണ് ജൂലൈ 9. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ, കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള മഹാപ്രക്ഷോഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം. അഖിലേന്ത്യാ പണിമുടക്ക് എന്തിനാണ്? കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബീഡി തൊഴിലാളികൾ, റെയിൽവേ, ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ഉരുക്ക്, ടെലികോം തുടങ്ങി നിരവധി മേഖലകളിലെ ട്രേഡ് യൂണിയനുകളും മാധ്യമപ്രവർത്തകരുടെ സംഘടനകളും വരെയും പണിമുടക്കിനെ പിന്തുണച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകരും കർഷക തൊഴിലാളികളും കേരളത്തിന് പുറമെയുള്ള INTUC പ്രവർത്തകരും കേന്ദ്രത്തിന്റെ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കിന് പങ്കാളികളാണ്. കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഇവയൊക്കെയാണ്. പുതിയ ലേബർ കോഡുകൾ അടിയന്തരമായി പിൻവലിക്കണം. 9 വർഷമായി ചേരാത്ത ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അടിയന്തരമായി വിളിക്കണം. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ഓഹരി വിറ്റഴിക്കൽ അവസാനിപ്പിക്കണം. 41 ആയുധ നിർമ്മാണ ഫാക്ടറികൾ 7 കമ്പനികളാക്കി മാറ്റിയ നടപടി പിൻവലിക്കണം. മിനിമം വേതനം 26,000 രൂപയെങ്കിലുമായി നിശ്ചയിക്കണം. ഓരോ 5 വർഷവും വില നിലവാരത്തിന് അനുസരിച്ച് വേതനം കൂട്ടണം. നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ള നിയമനം നിർത്തണം. സർക്കാർ വകുപ്പുകളിൽ ഒഴിവുള്ള തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണം. അഗ്നിപഥ് പദ്ധതി നിർത്തലാക്കണം. 8 മണിക്കൂർ തൊഴിൽ സമയം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കണം. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണം. തൊഴിലാളികളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ പുതുക്കണം. 75 ലക്ഷം ബീഡി തൊഴിലാളികൾക്ക് ESIC ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന 1 കോടിയിലധികം വളണ്ടിയർമാരെ തൊഴിലാളികളായി പരിഗണിക്കണം. ESIC പരിരക്ഷ നൽകണം. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ദേശീയ നയം രൂപീകരിക്കണം. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കായി തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തൊഴിലാളികൾക്ക് അടിയന്തര സഹായം അനുവദിക്കാൻ ഫണ്ട് രൂപീകരിക്കണം. വീടുകളിലിരുന്ന് വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് വേതനം, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതികൾ വേണം. നിർമ്മാണ തൊഴിലാളികളെ ESIC പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരണം. റദ്ദാക്കിയ കാർഷിക നിയമങ്ങൾ പിൻവാതിൽ വഴി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ പിൻവലിക്കണം. എന്നിവ തുടങ്ങി അടിസ്ഥാനപരമായി സത്യസന്ധമായ കാര്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും നടത്താറുള്ള ലേബർ കോൺഫറൻസ് പോലും അധികാരത്തിൽ കയറിയ അന്നു മുതൽ നടത്താത്ത മോദി സർക്കാർ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ഒരു ചർച്ചയ്ക്ക് പോലും സമ്മതിക്കുന്നുമില്ല. അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ട പ്രക്ഷോഭം രാജ്യം മുഴുവനായി നടത്തുമ്പോൾ കേരളത്തിലെ മുഖ്യധാര കോർപ്പറേറ്റ് മാധ്യമങ്ങൾ കേന്ദ്ര തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തത് ഈ ഘട്ടത്തിൽ വളരെ ആശങ്ക നൽകുന്നതാണ്. രാവിലെ മുതൽ പണിമുടക്ക് പരാജയമാണ് എന്ന തലത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ മാധ്യമങ്ങൾ പെടുന്ന പാട് ചില്ലറയല്ല. മിനിമം വേതനം എന്നതും തൊഴിലാളികളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതും കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് വിദൂര സ്വപ്നമായതിനാലാകണം പണിമുടക്കിനെ അട്ടിമറിക്കാൻ മോദി സർക്കാരിനേക്കാൾ വ്യഗ്രത.